ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം, ഇന്ന് നമ്മൾ ഫേസിലെ ചുളിവുകൾ, കഴുത്തിലത്തെ ഒരു വളരെ കുറച്ച് സമയം മതി, അത്രയും സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ് അത്. ഫേസിലൊന്നും ചെയ്യണ്ട, കഴുത്തിൽ ചെയ്തിട്ട് എങ്ങനെയാണ് ഫേസിലത്തെ ചുളിവുകൾ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം വേണം. ശരിയാവും എന്നുള്ളൊരു വിശ്വാസം ഏത് കാര്യത്തിലും ചെയ്യണതിന് മുന്നേ അത് ശരിയാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ ചെയ്താൽ എല്ലാവർക്കും എല്ലാം ശരിയാവും. അത് നമ്മളൊരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ മാറും എന്ന് നമ്മൾ വിശ്വസിച്ചാലാണ് അത് മാറുള്ളൂ. അത് വിശ്വാസമില്ലാതെ കഴിച്ചാൽ ഒന്നും റെഡിയാവില്ല. നമ്മുടെ മൈൻഡും ശരീരവും കണക്റ്റാണ്. അപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിക്കണതാണ് ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ കഴുത്തിൽ ചെയ്യാനുള്ള എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പറഞ്ഞാൽ ചെയ്യുന്നതിലൊരു പരിമിതികളുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ കഴുത്തിൽ ഡിസ്കിൻ്റെ സർജറി കഴിഞ്ഞാണ്. അപ്പോൾ എനിക്ക് എല്ലാവരിനെ പോലെയും ഒരുപാട് കഴുത്ത് സ്ട്രെയിൻ ചെയ്യാനൊന്നും പറ്റില്ല, ഒരു പരിമിതികളുണ്ട് കുറച്ച്. അപ്പോൾ എന്നിട്ടും ഞാൻ അത് ഇപ്പോഴും തുടർന്ന് ചെയ്യുന്നുണ്ട്. കാരണം അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ കഴുത്ത് അനങ്ങില്ല, കഴുത്ത് മൂവ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും നടക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ എത്രയൊക്കെ ചെയ്തിട്ടും വീണ്ടും കഴുത്ത് അങ്ങനെ തന്നെ ആവുന്നല്ലോ, കഴുത്ത് പെയിനും മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ആകുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാത്തിലും വിശ്വസിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇത് റെഡിയാവും എന്നുള്ള വിശ്വാസത്തോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് റെഡി ആയില്ലെങ്കിലും ഒരുപാട് ശരിയായില്ലെങ്കിലും നമ്മളുടെ കുറച്ചെങ്കിലും ശരിയാവാതിരിക്കില്ല. എനിക്ക് ഇത്രയും അവസ്ഥയിലും ഞാൻ ഇപ്പോൾ തന്നെ എനിക്ക് ഈ സൈഡ് ഇവിടുന്ന് അങ്ങനെ മൊത്തം പെയിനായിട്ടാണ് നിൽക്കുന്നത്. ഫുള്ള് ഈ സൈഡ് അങ്ങനെ തീ പൊള്ളിയ പോലത്തെ എരിച്ചലാണ്. പക്ഷെ എന്നെ കണ്ടാൽ തോന്നുമോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ എത്ര വേദനയിലും മറ്റുള്ളവരോട് സന്തോഷമായിട്ട് ഇരിക്കണം. ആരെങ്കിലും സുഖമാണോ ചോദിച്ചാൽ സുഖമാണ് എന്ന് പറയാൻ പഠിക്കണം. അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാൻ കഴുത്തിൽ ചെയ്യുന്ന എക്സസൈസ് കാണിച്ചു തരാം. എൻ്റെ കഴുത്തിൽ സർജറി ചെയ്ത അപ്പം മുതൽ ഞാൻ എക്സസൈസ് നിർത്തിയിട്ടില്ല. സിമ്പിളാണ്. പക്ഷേ ഈ കഴുത്തിലത്തെ മൂവ്മെൻറ്റ്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫേസിൽ ചുളിവുകൾ വരാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുത്തിൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഇങ്ങനെ ആദ്യം ഇങ്ങനെ ആക്കുക. പിന്നെ നിങ്ങൾ ആകുന്നതും എത്രത്തോളം തിരിക്കാൻ പറ്റുമോ അത്രത്തോളം തിരിക്കണം. എനിക്ക് ഇത്രയേ തിരിയുള്ളൂ. ഞാൻ പറഞ്ഞത് കഴുത്തിൽ പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മൂവ്മെൻറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയും പറ്റുന്നത്. എല്ലാം പറഞ്ഞാൽ എൻ്റെ കഴുത്ത് വടി പോലെ ആവും, ഒരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നെ മേലേക്ക് നോക്കുക. ഈ താടി ഇവിടെ മുട്ടിക്കാൻ നോക്കുക. എനിക്ക് മുട്ടില്ല, ഇത് ഇങ്ങനെ ആവുള്ളൂ. എൻ്റെ അടുത്ത് ഒരുപാട് താഴ്ത്താനും മേലേക്ക് നോക്കണ്ട, ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഓരോ 10 പ്രാവശ്യമോ 20 പ്രാവശ്യം എണ്ണിയിട്ടാക്കുക. പിന്നെ ഇങ്ങനെ ഇത് ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്യുക. അങ്ങനെ ഓരോ തവണയും എണ്ണിയിട്ട് ചെയ്യണം. പിന്നെ കഴുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതും ഇങ്ങനെ എണ്ണിയിട്ട് 10-20 പ്രാവശ്യം. പിന്നെ ഈ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. എനിക്ക് തിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എനിക്ക് ആകുന്നത് പോലെ ചെയ്യും. ഞാൻ വയ്യാന്ന് വിചാരിച്ചിട്ട്
പറ്റില്ല എന്ന് വിചാരിച്ചിട്ടും മാറി നിൽക്കില്ല, എല്ലാം ചെയ്യും. അങ്ങനെ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലത്തെ ഈ ചെറിയ എക്സസൈസ് കൊണ്ട് ഫേസിലത്തെ ചുളിവുകൾ മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. എൻ്റെ കൂടെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ കൈ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അത് ഇവിടുത്തെ ഇത് എനിക്കൊക്കെ പറഞ്ഞു തന്നതാണ്. പിന്നെ ഈ ഫ്രണ്ടിലേക്കും റൊട്ടേറ്റ് ചെയ്യുക 10 പ്രാവശ്യം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്താണ്. ഈ ഷോൾഡറിൻ്റെ ബോൺ വരുന്ന ഈ ഭാഗത്തായിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഭാഗത്തും 2 സൈഡിലും മസാജ് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. കഴുത്തിൽ മൂവ്മെൻ്റ് ഇല്ല പറഞ്ഞാൽ നമുക്ക് അധികം നീർക്കെട്ട് വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് മസാജ് ചെയ്താലാണ് നമ്മുടെ ബ്രസ്റ്റിനും കൂടി അത് ബ്ലഡ് സർക്കുലേഷനും നല്ലതാണ് ആ ഭാഗത്ത് മസാജ് ചെയ്താൽ. പിന്നെ ഇതുപോലെ കഴുത്തിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ചെറുതായിട്ട് 2 വിരലുകൊണ്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഇത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്കിലും ഞാൻ കഴുത്തിൻ്റെ ഇത് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഓയിൽ മസാജിലും എല്ലാം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല പറഞ്ഞാൽ ഫേസിൽ ചുളിവുകൾ വരും. ഫേസ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇതായി പറഞ്ഞാൽ മസിൽ ഇവിടെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ കഴുത്തിൽ ഈ ഡബിൾ ചിന്നായിട്ട് നിൽക്കുന്നതിന് ഇതങ്ങനെ ഒരു എക്സസൈസ് അങ്ങനെ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ആക്കിയാൽ മതി. ഡബിൾ ചിന്ന് പല ആളുകളുടെയും ഒരു ബുദ്ധിമുട്ടാണ്. ഡബിൾ ചിന്നായിട്ട് നിൽക്കുന്നത് ഭയങ്കര ഒരു ബോറായിട്ടുണ്ട് ഫേസ്. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ജോ ലൈനാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാനൊന്നും വേണ്ട. അങ്ങനെ ഈ 2 വിരലുകൊണ്ട് ഈ നടുഭാഗത്ത് തട്ടാതെ ഇങ്ങനെ എക്സസൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ സ്ട്രെങ്ത് ആയിട്ടിരിക്കുക. ആത്മവിശ്വാസം കൈവിടരുത്. എല്ലാത്തിലും നമ്മളുടെ വിശ്വാസമാണ് എല്ലാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. അസ്സലാമു അലൈക്കും.